തിരുവനന്തപുരം നെടുമങ്ങാട് ബി.ജെ.പി. വനിതാ നേതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആർ.എസ്.എസ്. നേതാക്കളുടെ അപവാദ പ്രചരണത്തിൽ മനം നൊന്താണ് എന്നുള്ള വാർത്തയും ഇന്ന് പുറത്തുവന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആർ.എസ്.എസ്. നേതാക്കൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു എന്നാണ് ശാലിനി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. എന്നാൽ ആർ.എസ്.എസിന് എതിരായ ശാലിനിയുടെ പ്രതികരണം തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് ബി.ജെ.പി. നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റും പ്രതികരിച്ചു. ബി.ജെ.പിയെ കുരുക്കിലാക്കിയാണ് മഹിളാ മോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലാ സെക്രട്ടറിയായ ശാലിനി സനിൽ ഇന്ന് രാവിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 16-ാം വാർഡിൽ ശാലിനി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി അനൌദ്യോഗിക പ്രചരണം ആരംഭിച്ചു. പിന്നാലെ ആർ.എസ്.എസ്. പ്രാദേശിക നേതാക്കൾ അപവാദ കഥകൾ പ്രചരിപ്പിച്ചെന്നാണ് ശാലിനിയുടെ തുറന്നു പറച്ചിൽ. സംഘത്തിന്റെ ചില കാര്യകർത്താക്കൾ അവര് എന്നെ മാനസികമായിട്ട് തളർത്തുന്ന വിധത്തിൽ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. പല അപവാദ പ്രചരണങ്ങൾ നടത്തിയതിന്റെ ഭാഗം എന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഞാൻ ചെയ്തതാണ്. എന്നാൽ ശാലിനിയുടെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പി. ആർ.എസ്.എസ്. നേതൃത്വത്തിന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണെന്നും ശാലിനിയുടെ പ്രതികരണം തെറ്റിദ്ധാരണ കൊണ്ടാണെന്നും ബി.ജെ.പി. നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സുനിലാൽ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ഈ ശാലിനി ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളതാണ്. പാർട്ടിയുടെ തീരുമാനം അതാണ്. മണ്ഡലത്തിന്റെ തീരുമാനവും വാർഡിന്റെ തീരുമാനവും അത് തന്നെയാണ്. ജില്ലയുടെ തീരുമാനം അത് തന്നെയാണ്. പ്രാദേശികമായുള്ള ആൾക്കാരുടെ ഇത് സ്ഥാനാർത്ഥിയാവൂല എന്ന ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം കുട്ടി ഇതിങ്ങനെ ഒരു കാണിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പരാതി അറിയിച്ചിട്ടും നേതൃത്വം കാണിച്ച നിസ്സംഗത ബി.ജെ.പിയിൽ തുടർക്കഥയാവുകയാണ്. അതിനാൽ വിഷയത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വവും വെട്ടിലാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.